ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സം ഹിസ്റ്ററിക്കാരുടെ മെയിൻ പേപ്പറായ ഹിസ്റ്ററി ഓഫ് കേരള പാർട്ട് 1ൻ്റെ ഫസ്റ്റ് ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അപ്പോൾ പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഇതിൽ നമ്മൾ 2 യൂണിറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 3ാമത്തെ യൂണിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റൊരു പറഞ്ഞ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കണ്ടമാനം പറഞ്ഞിട്ട് അത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇതിൽ ഓരോ ചരിത്രകാരന്മാരുടെ സംഭാവനകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നോക്കാം, നമുക്കിതിൽ ഈ 3ാമത്തെ ബ്ലോക്കിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റിൻ്റെ പേര് മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫി എന്നതാണ്. ഇതാണ് മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫി, ആധുനിക ചരിത്രരചനയാണ്. അതിൽ നമുക്ക് പ്രധാനമായിട്ട് KP പത്മനാഭ മേനോൻ്റെ ചരിത്രകാരനായ KP പത്മനാഭ മേനോൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളത്, ചരിത്രരചനയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളത് അതിൽ വരുന്നത്. KP പത്മനാഭ മേനോന് ആധുനിക കേരള ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ചരിത്രകാരിൽ ഒരാളാണ്. അദ്ദേഹം കേരളത്തിലെ ഗവേഷണത്തിനും അതുപോലെ രേഖീകരണത്തിനും വലിയ സംഭാവനകൾ നൽകിയ വ്യക്തി കൂടിയാണ്. ചരിത്രരചനയ്ക്കൊരു ശാസ്ത്രീയ സമീപനം കൊടുത്തു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ചൊരു സംഭാവന. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് മുമ്പ് ഐതിഹ്യങ്ങളെയും പുരാണങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചരിത്രരചന നടത്തിയിരുന്നത്. അതിന് പകരം അദ്ദേഹം അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഡോക്യുമെൻ്ററികൾ, കാവ്യങ്ങൾ, പുരാവസ്തു തെളിവുകൾ എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ശാസ്ത്രീയമായ രീതിയിൽ ചരിത്രരചന നടത്താൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിൻ്റെ 2 പ്രധാന കൃതികൾ അത് നമ്മൾ ആ കൂട്ടത്തിൽ പറയണം കേട്ടോ. ഒന്ന് പ്രധാനപ്പെട്ട ഹിസ്റ്ററി ഓഫ് കേരള, 4 വാല്യങ്ങളിലായിട്ട് ഹിസ്റ്ററി ഓഫ് കേരള എന്നൊരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചു. അതിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ ചരിത്രം അദ്ദേഹം തുറന്നു കാട്ടി. അതുപോലെ മറ്റൊരു ഗ്രന്ഥമാണ് കൊച്ചി രാജ്യ ചരിത്രം. അത് കൊച്ചി രാജവംശത്തെക്കുറിച്ചുള്ള ചരിത്രരചനയാണ് അദ്ദേഹം അതിൽ നടത്തിയത്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയാണ് സാംസ്കാരികവും സാമൂഹികവുമായ കാര്യങ്ങൾ ചരിത്രരചനയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയത്. അപ്പോൾ ശരിക്കും ചരിത്രം എന്ന് പറയുന്നത് ഭരണാധികാരികളും അവരുടെ പോരാടലുകളും ആയിട്ടാണ് അതുവരെ കണ്ടിരുന്നത്. അതുമാത്രമല്ല അതും ചരിത്രത്തിലുണ്ട്, പക്ഷെ അതുമാത്രമല്ല ചരിത്രം. പിന്നെ എന്തുകൂടിയാണ്, സാംസ്കാരികവും സാമൂഹികവുമായ കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ചരിത്രമെന്ന് വ്യക്തമാക്കി തന്ന ഒരു ചരിത്രകാരനാണ് KP പത്മനാഭ മേനോൻ. പിന്നെ മറ്റൊന്ന് ഭാഷയും ശൈലിയുമാണ്. അദ്ദേഹം ഇംഗ്ലീഷിലാണ് രചനകൾ നടത്തിയിട്ടില്ലെങ്കിലും വളരെ ലളിതമായ ഭാഷയും വളരെ ദൃഢമായ ലോജിക്കുകളുമാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംഭാവന. ഇനിയൊന്ന് പിന്തിരിയാത്ത വിമർശനമാണ്. അതായത് പാരമ്പര്യവാദികൾ അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു, പത്മനാഭ മേനോനെ വിമർശിച്ചിരുന്നു. അത്തരം വിമർശനങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു, ആധുനിക ചരിത്രരചനയുടെ പിതാവായിട്ട് തിരിച്ചറിയാൻ കാരണമൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ KP പത്മനാഭ മേനോൻ കേരള ചരിത്രത്തെ ആധുനിക ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ചൂടിൽ ചലിപ്പിച്ച അല്ലെങ്കിൽ അവതരിപ്പിച്ച ഒരു ചരിത്രകാരനാണ് KP പത്മനാഭൻ. അതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ഇളംകുളത്തിൻ്റെ സംഭാവന. ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ കേരള ചരിത്രരചനയ്ക്ക് ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ സംഭാവനകളാണ്. ഇളംകുളം കുഞ്ഞൻപിള്ള എന്ന് പറയുന്നത് കേരള ചരിത്രരചനയിൽ വിപ്ലവകരമായ സമീപനം സ്വീകരിച്ച ഒരു പ്രമുഖ ചരിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കേരള ചരിത്ര ഗവേഷണത്തിൽ തന്നെ നിർണായകമായ മാറ്റങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ സംഭാവനകളൊക്കെ? ഒന്ന്, വംശചരിത്രത്തിൽ നിന്ന് സാമൂഹിക ചരിത്രത്തിലേക്കുള്ള മാറ്റമാണ്. അതായത് ഇളംകുളം കേരള ചരിത്രത്തെ ബ്രാഹ്മണ വംശീയമായി മാത്രം കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്തു, മൊത്തം സമൂഹത്തിൻ്റെ ചരിത്രം രചിക്കുന്ന രീതിയിലേക്ക് കേരള ചരിത്രത്തെ മാറ്റി. മറ്റൊന്ന് ചരിത്രത്തിൻ്റെ ജനാധിപത്യവൽക്കരണമാണ്. അദ്ദേഹം ഭരണാധികാരികൾ മാത്രമല്ല സാധാരണ ജനങ്ങളുടെ ജീവിതവും സംഭാവനകളും സംഭവങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചരിത്രം രചിച്ചപ്പോൾ അതെന്തായി, ചരിത്രത്തെ ജനാധിപത്യം അല്ലെങ്കിൽ ജനകീയമാക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്ന്, അഗ്രഹാര വികസനം എന്നാണ്. അതായത് ബ്രാഹ്മണരുടെ ആധിപത്യം കേരളത്തിൽ നിലവിൽ വന്നത് 8-9 നൂറ്റാണ്ടുകളിലാണ്. അത് അന്നാണ് ഇളംകുളത്തിൻ്റെ വാദം. അപ്പോൾ ബ്രാഹ്മണ സമൂഹങ്ങൾക്ക് ചരിത്രത്തിൽ സ്ഥാനം നൽകിയ ആദ്യ ചരിത്രകാരന്മാരിൽ ഒരാളാണ് ഇദ്ദേഹമെന്നും സാഹിത്യം, ലിപികൾ, ശിലാലിഖിതങ്ങൾ എന്നിവയുടെ ഉപയോഗം ചരിത്രത്തിൽ കൊണ്ടുവന്നതും ആരാണ്, ഇളംകുളമാണ് കേട്ടോ. ഇനി ചരിത്രരചനയിൽ അദ്ദേഹം എന്ത് ചെയ്തു, ശാസ്ത്രീയത പ്രയോഗിച്ചു. ഇളംകുളം ചരിത്രരചനയ്ക്ക് ശാസ്ത്രീയമായൊരു അടിസ്ഥാനവും ലളിതമായ അവതരണവും നൽകി എന്നതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംഭാവന.
ഇനി നമുക്ക് മാഗോദയിലെ പെരുമാളുകളെക്കുറിച്ചുള്ള ഇളംകുളത്തിൻ്റെ നിഗമനങ്ങളെ വിമർശനാത്മകമായിട്ട് ചോദിക്കുക നമ്മൾ. ആ നിഗമനങ്ങളാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത്. അതിനെ നമ്മളോട് വിമർശനാത്മകമായിട്ട് അവതരിപ്പിക്കാൻ പറയും. എന്താണ് മാഗോദയി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മഹോദയപുരത്തെ പെരുമാൾ ഭരണാധികാരികളെക്കുറിച്ചുള്ള ഇളംകുളത്തിൻ്റെ നിഗമനങ്ങളെ വിമർശനാത്മകമായിട്ട് ചോദിക്കുകയായി ചെയ്യും. അപ്പോൾ ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ ചരിത്രാന്വേഷണത്തിൽ മാഗോദയിലെ പെരുമാളുകൾ എന്ന ഒരു വിഷയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. അദ്ദേഹം ഈ വിഷയത്തെ സമീപിച്ചത് തീവ്ര സാമൂഹിക വായനയിലൂടെയും ശാസ്ത്രീയ ചരിത്ര അന്വേഷണങ്ങളിലൂടെയുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന നിഗമനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിമർശനാത്മകമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഒന്ന്, പെരുമാളുകൾ ബ്രാഹ്മണാധീന ഭരണഘടനയുടെ ഭാഗമായിരുന്നു എന്ന് പറയും. അതായത് ഇളംകുളം നിരീക്ഷിച്ചതുപോലെ പെരുമാളുകൾ ഭരണത്തിൽ സ്ഥാനം ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ ഭരണകൂടം ആരുടെ കീഴിലായിരുന്നു, ബ്രാഹ്മണ ശക്തിക്ക് കീഴിലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. രണ്ടാമത്തത്, മാഗോദയി രാജ്യം ക്ഷത്രിയ ഭരണമല്ലായിരുന്നു. മാഗോദയി എന്ന് പറഞ്ഞാൽ പെരുമാക്കളുടെ തലസ്ഥാനത്ത് ക്ഷത്രിയരായിട്ടുള്ള ഭരണവിഭാഗത്തിൻ്റെ ഭരണമായിരുന്നില്ല. പെരുമാളുകൾ സാംസ്കാരിക അല്ലെങ്കിൽ ആചാരപരമായി ശുദ്ധ ക്ഷത്രിയരായിരുന്നില്ല എന്നാണ് ഇളംകുളം വാദിച്ചത്. ബ്രാഹ്മണ ആചാരങ്ങൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സംവിധാനമാണ് അവരുടെ ഭരണത്തിൽ ഉണ്ടായിരുന്നത്. മൂന്നാമത്തത്, പെരുമാൾ സമ്പ്രദായം ബ്രാഹ്മണ വർണ്ണ പരമ്പരയെ സ്ഥാപിക്കാൻ ഉപയോഗിച്ച രാഷ്ട്രീയ സംവിധാനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഹൈന്ദവ ധാർമ്മിക വികാരത്തിൻ്റെ ഉത്ഭവത്തോടും തന്ത്രപരമായ സങ്കേതങ്ങളോടും ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം കൂടി ആയിരുന്നു. ഇനി എന്തൊക്കെയാണ് വിമർശിച്ച് പറയാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അതിനെ നമുക്ക് വിമർശിക്കണം. അതിന് പോസിറ്റീവ് വശമുണ്ട്. പോസിറ്റീവ് വശം എന്ന് പറയുന്നത് സാമൂഹിക ചരിത്ര വായനയാണ്. അതായത് ഇളംകുളം ഈ സമീപനം കേരള ചരിത്രത്തെ സാമൂഹിക നിലവാരത്തിൽ ഉൾക്കൊള്ളാൻ സഹായിച്ചു എന്നുള്ളതാണ്. ബ്രാഹ്മണ വാത്സല്യമുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണ താല്പര്യമുള്ള പരിചരണങ്ങൾക്ക് പകരമായിട്ട് അധികാരബന്ധങ്ങളെ അടിച്ചമർത്തലുകളെയും തുറന്നു കാണിക്കാൻ അത് സഹായിച്ചു എന്നുള്ളത്. മറ്റൊന്ന്, ചരിത്ര ചിന്തയിലെ പുതിയ വഴിത്തിരിവുണ്ടായി എന്നുള്ളത്. അതായത് ചരിത്രം ഭരണാധികാരികളുടെ കീഴിൽ മാത്രം കണ്ട് എഴുതിയ കാലത്ത് പെരുമാൾ ആധിപത്യം ബ്രാഹ്മണ ദൃഷ്ടികോണിൽ പരിശോധിച്ചതിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന ശ്രദ്ധേയമാണ്. ഇനി എന്തൊക്കെയാണ് നിഷേധാത്മകമായ വിമർശനങ്ങൾ. തെളിവുകളുടെ അഭാവമാണ്. ഇളംകുളത്തിൻ്റെ വാദങ്ങൾക്ക് മൂലരേഖകളോ അല്ലെങ്കിൽ പുരാവസ്തു തെളിവുകളോ ഇല്ല എന്നതിൻ്റെ പേരിൽ വിമർശിക്കപ്പെട്ടു. മറ്റൊന്ന്, അധിക ധാരണാപരത എന്നുള്ളത്. അതായത് ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇളംകുളം അവരുടെ നിഗമനത്തിൽ മുന്നോട്ട് വെച്ചത് മുൻകൂട്ടിയുള്ള ആശയങ്ങളും സാമൂഹിക ദൃഷ്ടികോണുകളെ അടിസ്ഥാനമാക്കിയിട്ട് മാത്രമാണ്. അതായത് വ്യക്തമായ ഒരു ചിത്രീകരണത്തോടു കൂടിയല്ല എന്നുള്ളതാണ്. പിന്നെ പെരുമാൾ ഭരണത്തെക്കുറിച്ചുള്ള ഏകപക്ഷീയതയാണ്. അതായത് പെരുമാൾ ഭരണത്തെ പൂർണ്ണമായിട്ടും ബ്രാഹ്മണാധീനമായിരുന്നു എന്നത് ചില പ്രാദേശിക രേഖകളും ഫലകങ്ങളും പഠനങ്ങളും ചോദ്യം ചെയ്യുന്നവരും ഉണ്ട്. അതാണ് പറയാൻ കേട്ടോ. ഇനി MGS നാരായണൻ്റെ കേരളത്തിലെ പെരുമാക്കന്മാർ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് വിലയിരുത്താൻ. അപ്പോൾ അത് 1 വേർഡും കിട്ടി അല്ലേ. എന്താണ് കേരളത്തിലെ പെരുമാക്കന്മാർ എന്ന ഗ്രന്ഥം ആരുടേതാണെന്ന് ചോദിച്ചാൽ ആരാണ്? MGS നാരായണൻ. ഈ അടുത്ത് 2 ദിവസം മുന്നേ മരണപ്പെട്ട ചരിത്രകാരനാണ് ആര്? MGS നാരായണൻ. കണ്ടിട്ടുണ്ടാവും പത്രത്തിലൊക്കെ വാർത്തകളിലൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ പെരുമാക്കന്മാർ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് ചോദിച്ചാൽ MGS നാരായണൻ്റെ കേരളത്തിലെ പെരുമാക്കന്മാർ എന്ന ഗ്രന്ഥം കേരള ചരിത്ര ഗവേഷണ രംഗത്ത് ഏറെ പ്രധാനപ്പെട്ട ഒരു കൃതിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിലെ പെരുമാൾ ഭരണകൂടത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങളും വിശകലനങ്ങളുമാണ് നമുക്കതിലൂടെ തരുന്നത്? MGS നാരായണൻ അവതരിപ്പിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ആ ഗ്രന്ഥത്തിലെ പ്രധാന ആശയങ്ങൾ? പെരുമാൾ ഭരണഘടനയുടെ ചരിത്രമുണ്ടത് പറഞ്ഞല്ലോ നമ്മൾ അല്ലേ. MGS കേരളത്തിലെ പെരുമാൾ ഭരണകൂടത്തെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച്, അവരുടെ രാഷ്ട്രീയ അധികാരങ്ങളെക്കുറിച്ചൊക്കെ അതിൽ വ്യക്തമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. മറ്റൊന്ന്, സെക്കൻഡ് ചാർട്ടേഴ്സ് കാലഘട്ടം എന്ന് പറയും. അതായത് പണ്ടത്തെ ഭരണക്രമം ജനം ഉൾപ്പെടുന്ന രീതിയിലായിരുന്നു എന്നും അടുത്ത കാലത്ത് അതെന്തായി ബ്രാഹ്മണാധിപത്യത്തിലേക്ക് മാറി എന്നുള്ള വാദമാണ് ഇത് സെക്കൻഡ് ചാർട്ടേഴ്സ് കാലഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. മൂന്നാമത്തത്, ചെറുകഥകളല്ല രേഖകളാണ് അടിസ്ഥാനങ്ങൾ എന്ന്. അതായത് പഴയ കഥകളെ അടിസ്ഥാനമാക്കിയിട്ടല്ല ചരിത്രം രചിക്കേണ്ടത്. ശാസ്ത്രീയ ശിലാലിഖിതങ്ങളും പുസ്തകരേഖകളും അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് ആ ഗ്രന്ഥത്തിൻ്റെ ശക്തി. ആണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഗ്രന്ഥത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്ന്, ശാസ്ത്രീയത തന്നെ. നാരായണൻ്റെ പഠനങ്ങൾക്ക് ദൃഢമായൊരു ആധാരശുദ്ധിയുണ്ട്. അപ്പോൾ തെളിവുകൾ ശാസ്ത്രീയമായ വിലയിരുത്തൽ നടത്തിയിട്ടാണ് അദ്ദേഹം ചരിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഭാഗഭോഗ ശൈലി, അതായത് ശാസ്ത്രീയമായ കടപ്പമുണ്ടെങ്കിൽ, അതായത് ശാസ്ത്രീയമായ ഒരു രീതി ഉണ്ടെങ്കിലും പൊതുവായിട്ടുള്ള വായനക്കാർക്ക് ഗ്രന്ഥം പ്രയോജനപ്പെടുന്ന ഒരു തരത്തിലാണ്. അതായത് ഭാഗഭോഗ ശൈലി എന്നത് ആളുകൾക്ക് എളുപ്പത്തിൽ
മനസ്സിലാകുന്ന രീതിയിലുള്ള പിടുത്തം കിട്ടുന്ന രീതിയിലുള്ള ഒരു ശൈലിയിലാണ് ആര് രചന നടത്തിയിട്ടുള്ളത്, MGS രചന നടത്തിയിട്ടുള്ളത്. പിന്നെ ഇളംകുളത്തെ പോലുള്ള ചരിത്രകാരന്മാർക്കെതിരെയുള്ള നിരൂപണപരമായ ഒരു നിലപാടും അദ്ദേഹം അതിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഇളംകുളം ബ്രാഹ്മണാധിപത്യമാണ് പെരുമാക്കന്മാരുടെ ഭരണത്തിലെന്ന് വാദിച്ചപ്പോൾ MGS അതിനെ നിയന്ത്രിതമായിട്ട് അല്ലെങ്കിൽ വളരെ നിയന്ത്രിതമായ രീതിയിൽ സാമൂഹിക പങ്കാളിത്തത്തിലൂടെ പ്രവർത്തിച്ച ഭരണഘടനയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ. ഇനി ഗ്രന്ഥത്തിനെതിരെ വിമർശനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്ന്, പ്രാകൃത മാന്യതയുടെ സാധ്യതകൾ അവിടെ കുറവാണ് എന്നുള്ളത്. അതായത് MGSൻ്റെ കൃതികൾ അധികമായിട്ട് ശാസ്ത്രീയ രേഖകളിൽ ആശ്രയിച്ചു കൊണ്ടുള്ളൊരു വായനയാണ്. അതുകൊണ്ട് ജനകീയ അനുഭവങ്ങളുടെ കണിശമായ പ്രതിഫലനം അതിൽ കുറവാണ് എന്ന് പലരും വിമർശിക്കാറുണ്ട്. മറ്റൊന്ന്, രാഷ്ട്രീയ ചിന്തയുടെ അഭാവം. അതായത് MGS സാമൂഹിക ശാസ്ത്രപരമായ റാഡിക്കലിസത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ചരിത്രദൃഷ്ടിയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചരിത്രദൃഷ്ടിയാണ് സമീപിക്കുന്നത് എന്നാണ് ചില വിമർശകന്മാർ ആരോപിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് 2-3 ചരിത്രകാരന്മാരെക്കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഈ ഒരു 3ാമത്തെ യൂണിറ്റിൽ വരുന്നത്. ഇതാണ് ഹിസ്റ്റോറിയോഗ്രാഫി, മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് മോഡേൺ ചരിത്രകാരന്മാരും അവരുടെ സംഭാവനകളുമാണ് യൂണിറ്റിൽ വരുന്നത്. ഇത്രയാണ്. ഓക്കെ, താങ്ക്സ്.